നേതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ജി സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ആന്റണി പെരുമ്പാവൂർ. ഫിലിം ചേംബറിന്റെ നോട്ടീസിന് പിന്നാലെയാണ് പോസ്റ്റ് പിൻവലിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, കഴിഞ്ഞ ദിവസം ചേർന്ന ഫിലിം ചേംബർ യോഗം അതിരൂക്ഷമായ ഭാഷയിൽ ആന്റണി പെരുമ്പാവൂരിനെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതനുസരിച്ച് ആന്റണി പെരുമ്പാവൂർ ജി സുരേഷ് കുമാറിനെതിരായ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. നിലിമ, സിനിമ രംഗത്ത് ഉണ്ടായിട്ടുള്ള വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ തർക്കങ്ങൾക്ക് ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അവിടെ ആന്റണി പെരുമ്പാവൂരിനോട് ആവശ്യപ്പെട്ടത്, സിനിമ മേഖല ഒന്നടങ്കം ആവശ്യപ്പെട്ടത് ആ പോസ്റ്റ് പിൻവലിക്കണം, അത്തരമൊരു നിലപാടിൽ ഇനി തുടരരുത് എന്നൊരു കാര്യം തന്നെയായിരുന്നു ആവശ്യപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ആന്റണി പെരുമ്പാവൂർ ആ പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ്. വിവാദമായ പോസ്റ്റ് ജി സുരേഷ് കുമാറിനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റും ഒപ്പം തന്നെ ഫിലിം ചേംബറിന്റെ ഭാരവാഹിയും പ്രധാന ഭാരവാഹിത്വങ്ങളെല്ലാം ഇരുന്നിരുന്ന അതിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ജി സുരേഷ് കുമാറിനെതിരെയായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ വിവാദമായ പോസ്റ്റ് ഉണ്ടായത്. പിന്നീട് അത് ചില താരങ്ങളടക്കം അത് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്തു. തുടർന്നാണ് വലിയ വിവാദങ്ങളിലേക്ക് അത് നീങ്ങി. എന്നാൽ ഒരുമിച്ച് ഫിലിം ചേംബർ ഇക്കാര്യത്തിൽ ജി സുരേഷ് കുമാറിന് പിന്തുണ നൽകുന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നപ്പോഴും അവർ വ്യക്തമാക്കിയിരുന്നത് ജി സുരേഷ് കുമാർ എടുക്കുന്ന നിലപാടുകൾ, അദ്ദേഹത്തിന്റെ വാദങ്ങൾ, അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, സിനിമാ മേഖലയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പൊതുവായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിർമ്മാതാക്കൾ ഭൂരിഭാഗം വരുന്ന 90% വരുന്ന നിർമ്മാതാക്കളെയും ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ജി സുരേഷ് കുമാർ പറയുമ്പോൾ അദ്ദേഹത്തെ എതിർക്കാനും അതിനെ വിമർശിക്കാനും ഒപ്പം തന്നെ ഇഴത്താനും എല്ലാമാണ് ശ്രമങ്ങളെങ്കിൽ അതിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുമെന്നും തങ്ങളുടെ പിന്തുണ ജി സുരേഷ് കുമാറിനാണെന്നും ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ആന്റണി പെരുമ്പാവൂർ വിവാദ പോസ്റ്റ് 7 ദിവസത്തിനകം പിൻവലിക്കണം, നിരുപാധികം പിൻവലിക്കണം എന്നൊരു ആവശ്യം അവർ ഉയർത്തിയിരുന്നു. തുടർന്ന് അതിനുശേഷമാകാം ചർച്ചകൾ അല്ലെങ്കിൽ മറ്റു നടപടികൾ. അല്ല, ഇത് പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുകയാണ് വേണ്ടത് എന്നൊരു കാര്യം ഫിലിം ചേംബർ യോഗത്തിൽ പങ്കെടുത്ത മറ്റു സംഘടനകളുടെ ഭാരവാഹികൾ അടക്കം ആവശ്യമുന്നയിക്കുകയും ചെയ്തു. തിയേറ്റർ ഉടമകളുടെ സംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയും വിതരണക്കാരുടെ സംഘടനകളും എല്ലാം തന്നെ ചേർന്നതാണ് ഫിലിം ചേംബർ. അതുകൊണ്ട് തന്നെ ആ ചേംബറിൽ കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ ആന്റണി പെരുമ്പാവൂരിനോടുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. ഏറ്റവും ഒടുവിലാണ് ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ തന്റെ പോസ്റ്റിനെ ചൊല്ലി ഉണ്ടാകുന്നു എന്ന് വ്യക്തമായതോടെയാണ് ഇപ്പോൾ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നിരിക്കുന്നത്. ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് നോട്ടീസ് നൽകുകയും അത് ആ ഒരു കത്തിന് മറുപടി നൽകിയുള്ള സമയപരിധി അടുക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ആ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് സിനിമാ മേഖലയെ ഒന്നടങ്കം സമരരംഗത്തേക്ക് പോകുന്നു. സിനിമാ തിയേറ്റർ ഉടമകളുടെ ആവശ്യങ്ങൾ അവർ ശക്തമായി തന്നെ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആവശ്യങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതെല്ലാമായിരുന്നു. ഒന്ന്, ആന്റണി പെരുമ്പാവൂരിനെതിരെ നടപടി വേണമെന്ന, ശക്തമായ നടപടി വേണം, ആ പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ എന്നൊരു ആവശ്യം. അതിനാണ് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നത്. മാത്രമല്ല, സിനിമാ സമരം വരാൻ പോകുന്ന സൂചന സമരത്തിന് മുന്നോടിയായി നിരവധി ചർച്ചകൾക്ക് ശേഷം ആയിരിക്കും അത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക്. ചില സൂചനാ പണിമുടക്കൊക്കെ നടക്കും എന്നുള്ള പ്രഖ്യാപനം വരുന്നുണ്ട്. അത് ഇനി ഏത് തലത്തിലാണ് പരിഹരിക്കേണ്ടത്? ജി സുരേഷ് കുമാർ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സർക്കാരുമായുള്ള പ്രശ്നമാണ്, അത് ആ തരത്തിൽ പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമാ സംഘടനകൾ തമ്മിൽ നിലനിന്നിരുന്ന വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ മാറിക്കിട്ടിയിരിക്കുകയാണ്. ഒത്തൊരുമിച്ച് ഒറ്റ ടീമായി സിനിമാ വ്യവസായി നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ജിജീഷ്. നിലിമ, കൂട്ടായ ചർച്ചകളിലൂടെയുള്ള ഒരു പ്രശ്ന പരിഹാര സാധ്യതകൾക്ക് തന്നെയാണ് ഇപ്പോൾ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് പിൻവലിച്ചു, ആ ഒരു പ്രശ്നം അവിടെ അവസാനിച്ചു. ഇനിയാണ് ചർച്ചകൾ പ്രധാനമായും നടക്കേണ്ടത്. അവിടെ അവർ ഉന്നയിച്ചിരിക്കുന്ന, നിർമ്മാതാക്കൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. അതിൽ പ്രതിഫലമാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. പ്രധാനപ്പെട്ട താരങ്ങളടക്കം വലിയ തുക പ്രതിഫലം വാങ്ങുന്നു. ഒരു സിനിമ വലിയ വിജയമാകുമ്പോൾ അതോടുകൂടി പിന്നീടുള്ള എല്ലാ സിനിമകൾക്കും വലിയ പ്രതിഫലം വാങ്ങുന്ന നിലയിൽ
അവസ്ഥയിലേക്ക് പല താരങ്ങളും മാറുന്നു. ഒരു സിനിമ വിജയിക്കുകയും 4 സിനിമ പരാജയപ്പെടുകയും ചെയ്യുമ്പോഴും ആദ്യം വാങ്ങിയ സിനിമയുടെ വിജയിച്ച സിനിമയ്ക്ക് വാങ്ങിയ അതേ പ്രതിഫലത്തിൽ ഉറച്ചു നിൽക്കുന്നു. സ്വാഭാവികമായും സിനിമാ മേഖല അത് ചെലവ് കൂടിയതായി മാറുന്നു. സിനിമാ നിർമ്മാണം ചെലവ് വർദ്ധിക്കുന്നതാകുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ താരങ്ങൾക്ക് നൽകുന്ന പ്രതിഫല കാര്യത്തിൽ മാത്രമാണ് ഏറ്റവും അധികം തുക ഇവർക്ക് ചെലവഴിക്കേണ്ടി വരുന്നത്. മറ്റു ചെലവുകളെല്ലാം തന്നെ മാറ്റിവെക്കുമ്പോൾ പോലും ഒറ്റയടിക്ക് വലിയ തുക മാറ്റിവെക്കേണ്ടി വരുന്നത് ഈ തുടരുക. ഇപ്പോൾ ഫിയോക് പ്രസിഡന്റ് GP വിജയകുമാർ ചേരുകയാണ്. ശ്രീ GP വിജയകുമാർ, സിനിമാ പ്രതിസന്ധി തീരുന്നതിന്റെ വലിയൊരു ലക്ഷണമാണ് കാണുന്നത്. ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് സുരേഷ് കുമാറിനെതിരെ ഇട്ടിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു. വളരെ സൗഹാർദ്ദപൂർണമായി ഈ മേഖലയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ തീരുന്നതിൽ അഭിമാനിക്കാവുന്ന സന്ദർഭമല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും അതിന്റെ മുൻപന്തിയിൽ നിന്ന ഒരു സംഘടന എന്നുള്ളതിൽ ഫിയോക്കിന് വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണിത്. കാര്യം ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു ഈ 2-3 ദിവസമായി ഈ പ്രശ്നങ്ങളെല്ലാം ഉരുണ്ടുകൂടിയത്. അതെല്ലാം ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ, ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് ശ്രീ ജേക്കബിന്റെ നേതൃത്വത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ തന്ത്രപൂർവ്വം, വളരെ ബുദ്ധിപൂർവമായി അദ്ദേഹം ഇതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. വീണ്ടും ശക്തിയോടെ സംഘടനകളെല്ലാം ഒരുമിച്ച് ഒന്നായി നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ആ ഒരു ദിവസം സൂചനാ പണിമുടക്ക് ഉണ്ടാകും. അത് എന്നാണെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല. ഗവൺമെന്റിനെതിരെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായി ഇനി ഞങ്ങൾ ഒന്നായിട്ട് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും, അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, എക്സിബിറ്റേഴ്സ്, അമ്മ, ഫെഫ്ക തുടങ്ങിയ എല്ലാവരുമായി ചേർന്നായിരിക്കും ഗവൺമെന്റിനെ സമീപിക്കുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ GP വിജയകുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ജിജീഷിലേക്ക് കൂടി പോവുകയാണ്. ജിജീഷ്, ഈ പ്രൊഡ്യൂസർമാർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതായത് 25 കോടി പ്രതിഫലം വാങ്ങുന്ന നടൻ, അതിന് അടയ്ക്കേണ്ട GST തുക എന്ന് പറയുന്നത് വാങ്ങുന്നത് പ്രൊഡ്യൂസറിൽ നിന്നാണ്. ഈ പ്രൊഡ്യൂസർമാർ നേരിടുന്ന വലിയ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചാണ് സുരേഷ് കുമാർ സംസാരിച്ചത്. ആന്റണി പെരുമ്പാവൂരിനും ആ വിഷയമൊക്കെ അറിയാമായിരുന്നു. എന്നിട്ടും സുരേഷ് കുമാറിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. എന്തായാലും ആ പ്രതിസന്ധി ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ മുന്നിൽ വെക്കേണ്ട, വളരെ കൃത്യമായി സർക്കാർ ഇടപെടേണ്ട കാര്യങ്ങൾ അതേപടി നിൽക്കുകയും ചെയ്യുകയാണ്. ജിജീഷ്, നീലിമ, ഒരു ഭാഗത്ത് ഈ പ്രതിഫലം പോലുള്ള വിഷയം, മറ്റൊന്ന് ഈ തിയേറ്റർ ഉടമകളെ സംബന്ധിച്ചുള്ളതാണ്. തിയേറ്റർ ഉടമകൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വലിയ തോതിൽ നികുതി സർക്കാർ തങ്ങളെ പിഴിയുകയാണ്. തിയേറ്റർ ഉടമകളെ പിഴിഞ്ഞെടുത്തുകൊണ്ട് വലിയ തുക സർക്കാരിന്റെ ഖജനാവിലേക്ക് നിറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. എങ്ങനെ തിയേറ്ററുകൾ നടന്നു പോകുന്നു അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നു എന്ന് പോലും സംശയം, അല്ലെങ്കിൽ അതിന് വലിയ പ്രതിസന്ധികളിലൂടെ തങ്ങൾ കടന്നു പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതിഷേധം ഉയരുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയാണ്. സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ വിനോദ മേഖലയെ യാതൊരു തരത്തിലും പരിഗണിക്കാത്ത, വിനോദ നികുതിയുടെ പേരിൽ കൊള്ള നടത്തുന്ന വലിയ നികുതി ഭാരം ഇത്തരം സിനിമാ മേഖലയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സർക്കാരിനെതിരെയാണ്. അവിടെ ചർച്ചകൾക്ക് ശേഷം എന്താണ് തീരുമാനം എന്നത് സംബന്ധിച്ചായിരിക്കും ഇനിയുള്ള തുടർ സമരങ്ങൾ, സിനിമാ മേഖലയിലെ സമരങ്ങളിൽ അടക്കമുള്ള ഒരു കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക. പ്രത്യേകിച്ച് ബഡ്ജറ്റ്, പ്രീ ബഡ്ജറ്റ് ചർച്ചകൾക്ക് തങ്ങളെ വിളിക്കണമെന്ന ഒരു ആവശ്യം സിനിമാ മേഖല ഉയർത്തിയിരുന്നു, ഫിലിം ചേംബർ ഉയർത്തിയിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല. അങ്ങനെ ബഡ്ജറ്റിന് മുമ്പുള്ള ചർച്ചകളിൽ പോലും സിനിമാ മേഖലയുമായി ബന്ധമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും, സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന വലിയ പ്രശ്നങ്ങൾക്കും വലിയ പ്രതിസന്ധികൾക്കും താൽക്കാലിക വിരാമമിടാൻ കഴിയുന്ന എന്തെല്ലാം പരിഹാര മാർഗങ്ങളാണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് എന്ന് പരിശോധിക്കാനുള്ള ഒരു നടപടി പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇതിനെല്ലാം എതിരെ വലിയ വിമർശനമാണ് സിനിമാ മേഖല ഒന്നടക്കം. അത് ഫിയോക്ക് ആണെങ്കിലും, ഒപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ സംഘടനകളാണെങ്കിലും, നിർമ്മാതാക്കളുടെ സംഘടനകളാണെങ്കിലും, ഇതിന് താരസംഘടനയ്ക്കടക്കം സർക്കാരുമായി നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേ ഘട്ടത്തിലാണ് ഇത്തരമൊരു പ്രശ്നം, ഒരു ഭാഗത്തുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകൾക്കുള്ള വഴി തുറന്നിരിക്കുന്നത്. കാരണം സൂചനാ പണിമുടക്ക് തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. അവിടെ വലിയ തോതിൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ചുള്ള ചർച്ചകൾ നടക്കണം. അഫിലിയേറ്റഡ് സംഘടനകളുമായി എല്ലാം തന്നെ കൂടിയാലോചിച്ച് മാത്രമായിരിക്കും മുന്നോട്ട് പോവുക എന്ന കാര്യം ഫിലിം ചേംബർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാകില്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും പറയാനുള്ളത് കേട്ടുകൊണ്ട് അവരുടെ അഭിപ്രായം. സുരേഷ് കുമാറിനെതിരായ പോസ്റ്റ് പിൻവലിച്ച് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തി. സമഗ്ര വിവരങ്ങളാണ് ജിജീഷ് കരുണാകരൻ പങ്കുവച്ചത്.